ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫിസിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓണ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ മോഡലാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Section A. Write the correct answers by choosing from the given options for question 1 and 2. Each question carries on score. ഒരു മാർക്ക് വീതമാണ് 1 മുതൽ 2 വരെയുള്ള 2 ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക് സയൻസ് എല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യനിലായിരിക്കും വരുന്നത്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലായിരിക്കും സമയം ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ. ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ്. അപ്പോൾ അവിടെ ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ അസെൻഡിങ് ഓർഡറിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മില്ലിമീറ്റർ ലെങ്തിൻ്റെ യൂണിറ്റ്സ് ആണ്. മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ എയിൽ പറഞ്ഞിരിക്കുന്നത്. ബി കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. ബിയിൽ സിയിൽ വന്നിട്ട് മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ. ഡിയിൽ വന്നിട്ട് കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ. ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? മൈക്രോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ഏതാണ്? മില്ലിമീറ്റർ, പിന്നെ സെൻറ്റിമീറ്റർ, കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഏതാണ്? മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് ആദ്യത്തെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ വേരിയസ് സിറ്റുവേഷൻ. ടു സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദം ആർ ഗിവൺ ബിലോ. എക്സാമിൻ ദം ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം എന്നിവ അനുഭവപ്പെടുന്ന വിവിധ സന്ദർഭങ്ങൾ 2 പ്രസ്താവനകളായി നൽകിയിരിക്കുന്നു. ഇവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തന്നിരിക്കുന്നത്? എക്സാമ്പിൾസ് ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഏതൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ മാംഗോ ഫാൾസ് ഡൗൺ, ലീവ്സ് സ്വേ ഇൻ ദ വിൻഡ്, എ മാഗ്നറ്റ് അട്രാക്ട്സ് അയൺ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്തോന്നാണ് പറഞ്ഞത്? എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് കോണ്ടാക്ട് ഫോഴ്സ്. ആദ്യത്തെ നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ. സെക്കൻഡില് വൈൽ സ്വിമ്മിങ് വാട്ടർ ഈസ് പുഷ്ഡ് ബാക്ക്, എ ബോൾ ഈസ് ഹിറ്റ് ആൻഡ് മൂവ്സ്, എ നെയിൽ ഈസ് ഹാംഡ് വിത്ത് എ ഹാമർ. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്ത് വരുന്ന ഫോഴ്സും, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് അങ്ങ് പഴുത്ത് താഴോട്ട് വീഴുന്നതെന്ന് പറയുന്നത് എന്തോന്നാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അവിടെ ഒരു ഫോഴ്സ് ഒന്നും ആരും പ്രയോഗിക്കുന്നില്ല, അത് തനിയെ താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ലീവ്സ് ഇൻ ദ വിൻഡ്, കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ, അതെന്തോന്നാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ല, അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ വിൻഡിന്റെ ഒരു ഫോഴ്സ് അവിടെ വരുന്നത് കൊണ്ടാണ് ഇലകൾ ആടി ഉലയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഇതെല്ലാം നോൺ കോണ്ടാക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ എല്ലാം ഇതില് ഇതെന്ന് പറയുന്നത് രണ്ടാമത് കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ എന്ന് പറയുന്നത് സമ്പർക്കരഹിത ബലത്തിനല്ല, സമ്പർക്ക ബലമാണ് അത് വരുന്നത്. ബാക്കി
3 സമ്പർക്ക ബലമാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതവിടെ ഒരു സ്കെയിലിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഇമേജസ് ഓഫ് എ സ്കെയിൽ മാർക്ക്ഡ് വിത്ത് യൂണിറ്റ്സ് ലൈക്ക് സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇഞ്ച്. ഇഞ്ചിലും തന്നിട്ടുണ്ട്, സെന്റിമീറ്ററിലും തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ ആൻസേഴ്സ് 3 to 8. 7 questions and 8 have ചോയ്സസ്. 7 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 8 3 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാചകങ്ങളിൽ ഉത്തരം എഴുതാനാണ്. ചോദ്യം നമ്പർ 7, 8 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് മെയിൻഡ് ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. എന്താണ് ലീസ്റ്റ് കൗണ്ട്? ദ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കാൾഡ് ലീസ്റ്റ് കൗണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ എയിൽ വരുന്ന ആൻസർ ആണ് അത്. അടുത്ത സെക്കൻഡ് ബിയിൽ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ. സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എഴുതാനാണ്. ദ സ്മാളസ്റ്റ് ഡിവിഷൻ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് 1 mm ആണ്. അതായത് എത്രയാണ്? 0.1 സെന്റിമീറ്റർ ആണ് സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒബ്സർവ് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് എ ക്വാണ്ടിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിന് 2 മാർക്കാണ്. ചില അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും നൽകിയിരിക്കുന്നത് നോക്കാനാണ്. ഏതൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത്, ഡെൻസിറ്റി, ലുമിനസ് ഇന്റൻസിറ്റി, ടൈം, മാസ്. ഫ്രം ദ ഗിവൺ ക്വാണ്ടിറ്റീസ് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എയിൽ വരുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതാണ് വരുന്നത്? ലെങ്ത്, ലൂമിനസ് ഇന്റൻസിറ്റി, ടൈം, മാസ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തോന്നാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ വരുന്നതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഈ 4 എണ്ണമാണ്. നീളം, പ്രകാശ തീവ്രത, സമയം, ഭാരം, മാസ്. ഇതൊക്കെ അടിസ്ഥാന അളവുകൾ, വിൽപ്പന അളവുകൾ, സാന്ദ്രത, ഡെൻസിറ്റി ആണ് വരുന്നത്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളത് നമ്മൾ എഴുതുക. ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് cannot be broken down further. Quantities that are derived from 2 or more fundamental quantities, they are independent, they depend on fundamental quantities. There are 7 SI fundamental quantities. Examples of derived quantities speed, area, volume, density ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ലെങ്ത്, മാസ്, ടൈം. വിഭജിക്കാനാവാത്ത അടിസ്ഥാന അളവുകളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ് പറയുന്നത്. അടിസ്ഥാന അളവുകളിൽ നിന്ന് വരുന്ന അളവുകളാണ് വിൽപ്പന അളവുകൾ എന്ന് പറയുന്നു. അപ്പോൾ ദേ ആർ ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഡിപ്പെൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. SI യൂണിറ്റ്സ് എത്ര ഉണ്ട്? 7 ഉണ്ട്. അനേകം ഡിറൈവ്ഡ് അളവുകൾ, അതായത് വിൽപ്പന അളവുകൾ ഉണ്ട്. ഉദാഹരണവും തന്നിട്ടുണ്ട്. ഇവയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇല്ലേ, നിങ്ങളുടെ ടെസ്റ്റിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്നും ഉണ്ട്. അത് രണ്ടും എഴുതി അതിന്റെ എക്സാമ്പിൾസ് എഴുതിയാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യു ആർ സിറ്റിംഗ് ഇൻ എ മൂവിംഗ് ബസ്. യു കൺസിഡർ യുവർ സെൽഫ് ടു ബി മോഷൻ. But another person in the bus says that you are resting. Examine and explain how both the observation can be correct. അപ്പോൾ എന്താണ്? ഓടുന്ന ബസ്സിലിരിക്കുന്ന നിങ്ങൾ ചലനാവസ്ഥയിലാണെന്ന് നിങ്ങൾ സ്വയം അഭിപ്രായപ്പെടുന്നു. എന്നാൽ ബസ്സിലെ മറ്റൊരാൾ നിങ്ങൾ നിശ്ചലാവസ്ഥയിലാണെന്നും പറയുന്നു. 2 അഭിപ്രായങ്ങൾ ശരിയാകാനുള്ള സാധ്യത പരിശോധിച്ച് വിശദമാക്കാനാണ്. നോക്കുക, യു ആർ അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ദ ബസ്. ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റെസ്റ്റിലാണ്. അപ്പൊ ബസ്സിൽ നമ്മൾ ഇരുന്നിട്ട് ബസ് ഇരുന്നുകൊണ്ട് നമ്മൾ എണീറ്റ് ഓടയല്ല ചെയ്യുന്നത്, നമ്മൾ ബസ്സിൽ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ both observations are correct because they are based on the different frames of reference. You are motion related to the ground. എന്നാൽ അടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ എന്തോന്നാണ്
മോഷനിലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? തറയുമായിട്ട് ഗ്രൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മോഷനിലാണ്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങൾ ചലിക്കുന്നു. എന്നാൽ ബസ്സുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങൾ വിശ്രമത്തിലാണ്. അതിനാൽ ഇരുവരുടെ രണ്ട് അഭിപ്രായവും ശരിയാണ് അല്ലേ? The motion related to the ground, both observations are correct because they are based the different frames of reference. ഓക്കെ, അതിന്റെ ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീസ് ഈസ് യൂഷ്വലി അപ്ലൈഡ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളിലെ കറങ്ങുന്ന ഭാഗങ്ങൾക്കിടയിൽ ഗ്രീസ് പുരട്ടാറുണ്ടല്ലോ. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് സബ്സ്റ്റൻസസ്? ഇത്തരം പദാർത്ഥങ്ങളുടെ ധർമ്മം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാട്ട് നെയിം ആർ ദീസ് സബ്സ്റ്റൻസസ് നോൺ? ഈ സബ്സ്റ്റൻസസിന് എന്ത് പേരാണ് പറയുന്നത്? ഇപ്പൊ ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? അതിന്റെ ഗുണം എന്തോന്നാണ്? ദ റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലൂബ്രിക്കൻറ്റ് അല്ല എന്തോന്നാണ്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീസൊക്കെ വെഹിക്കിൾസിന്റെ പാർട്സിൽ, റൊട്ടേറ്റിംഗ് പാർട്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിനെന്തോന്ന് പറയും? ഈ ദ നെയിം ഓഫ് ദ സബ്സ്റ്റൻസസ്, ഈ സബ്സ്റ്റൻസിന് എന്ത് പേരാണ് അറിയപ്പെടുന്നത്? ലൂബ്രിക്കൻ്റ് എന്ന് അറിയപ്പെടും. ഓക്കെ, ഘർഷണം കുറയ്ക്കുന്നു, അവയെ ലൂബ്രിക്കൻ്റ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 7 ആണ്. അടുത്ത 7 അതിൽ 2 പാർട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഏഴാമത്തെ 7A 7B എന്ന് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നിങ്ങൾക്ക് എക്സാമിന്. നോക്കാം നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന്. 7A, യു നീഡ് ടു ഫൈൻഡ് the volume of an anglet. Write the procedure to find using the measuring jar, thread, water, etc. ഒരു പാദസരത്തിന്റെ വ്യാപ്തം കണ്ടെത്തേണ്ടതുണ്ട്. അളവ് ജാർ, നൂൽ, ജലം തുടങ്ങിയവ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള പ്രവർത്തനക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ആ ഒരു രീതിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം ആദ്യത്തെ ആൻസർ. ടേക്ക് എ മെഷറിംഗ് ജാർ ആൻഡ് ഫിൽ ഇറ്റ് പാർഷ്യലി വിത്ത് വാട്ടർ. ഒരു മെഷറിംഗ് ജാർ എടുക്കുക, അതിലെന്തോന്നാണ് പകുതി ഭാഗത്തോളം വെള്ളം എടുക്കുക. നോട്ട് ദ ഇനിഷ്യൽ വാട്ടർ ലെവൽ, ലെറ്റ്സ് കാൾവ് യുവർ ഇനിഷ്യൽ വോളിയം. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന്റെ ജലനിരപ്പ് നോക്കാനാണ് അത് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. V1 എന്ന് അടയാളപ്പെടുത്തി വെക്കുക. ടൈ എ ത്രെഡ് ടു ദ ആംഗ്ലെറ്റ് സെക്യൂർലി. പിന്നെ എന്തോന്ന് ചെയ്യാനാണ്? ഒരു ത്രെഡ് ഉപയോഗിച്ച് പാദസരത്തിനെ ജലത്തിലേക്ക് പതുക്കെ ഇടുക. ത്രെഡിലേക്ക് താഴോട്ട് ഇടുക. എന്നിട്ടാണ് സ്ലോലി lower the anglet to the water using the thread. Make sure the anglet fully submerged. Touch the side of the bottom. താഴെത്തക്ക രീതിയിൽ ഇടുക. അപ്പോൾ നോട്ട് ന്യൂ വാട്ടർ ലെവൽ. അപ്പോൾ അതിന്റെ വാട്ടർ ലെവലിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ, കുറച്ച് ഉയരും. അതിനെ നമ്മൾ V2 എന്ന് രേഖപ്പെടുത്തുക. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ആംഗ്ലെറ്റ്. ആംഗ്ലെറ്റിന്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ V2-ൽ നിന്ന് V1 കുറയ്ക്കുന്നതാണ് എന്തോന്ന് പറയുന്നത്? ആംഗ്ലെറ്റിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? എത്രത്തോളാണ് വെള്ളം ഉയർന്നത്? നമ്മൾ ആദ്യം ഇനിഷ്യൽ വെള്ളം എടുത്തതുണ്ടല്ലോ, അത് കുറയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ആംഗ്ലെറ്റിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കാം. അതിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 7B. ഇത് നമ്മളിപ്പോൾ 7A ആണ് പറഞ്ഞത്. 7B എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 7B വന്നിട്ട് നോക്ക്. A student was asked to write some measurements using the international system of units, SI units. Review what the student has written. There are certain rules followed while writing SI unit. Identify the mistakes to unit. Write by the students to rewrite them correctly. അപ്പോൾ ചില അളവുകൾ അന്താരാഷ്ട്ര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് എഴുതിയിരിക്കുകയാണ്. അതൊന്ന് പരിശോധിച്ച് നോക്കാനാണ്. ഈ യൂണിറ്റുകൾ SI യൂണിറ്റ് എഴുതുമ്പോഴത്തേക്ക് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആണ് എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആദ്യത്തത് എന്തോന്നാണ്? മാസ് ഓഫ് ദ വുഡൻ ബ്ലോക്ക് 1.5 kg എന്ന് കൊടുത്തിട്ടുണ്ട്.
5 kg. ഇവിടെ നോക്കൂ, കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഒരിക്കലും നമ്മൾ SI യൂണിറ്റിൽ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കില്ല, കെ സ്മാൾ ലെറ്ററേ കൊടുക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ മിസ്റ്റേക്ക് അതാണ്. രണ്ടാമത്തെ, ഡിസ്റ്റൻസ് ഫ്രം ദ തിരുവനന്തപുരം ടു കാസർഗോഡ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 574 കിലോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ് അല്ലെ കൊടുത്തിരിക്കുന്നത്. അടുത്ത, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് 373 കെൽവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കെൽവിൻ എന്നുള്ളതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കെ മാത്രമേ എഴുതുള്ളൂ. ഇപ്പൊ മാസ് ഓഫ് ദ ബീക്കർ 800 ഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. 800 ഗ്രാമിന് ജി മാത്രമേ കൊടുക്കുള്ളൂ, GM കൊടുക്കൂല അല്ലേ. ഇത് ഇവിടുത്തെ പറഞ്ഞ മിസ്റ്റേക്ക് അതാണ്. അത് കഴിഞ്ഞിട്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കൊടുത്തിട്ടുണ്ട്. മീറ്റർ ക്യൂബിന് M³ എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ അവിടെ വരുന്ന മിസ്റ്റേക്ക് അതാണ്. ഓക്കെ, ഇനി നോക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് കിലോഗ്രാം കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കില്ല, സ്മാൾ ലെറ്റർ കൊടുക്കുള്ളൂ. രണ്ടാമത്തത് എന്തോന്നാണ്? രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തത് കെൽവിന്റെ കെ ആണ് കൊടുക്കുന്നത്. പിന്നെ നാലാമത്തത് വന്നിട്ട് 800 ഗ്രാം എന്നുള്ളതിന് GM-ന് ജി മാത്രമേ കൊടുക്കുള്ളൂ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റർ ക്യൂബ് എന്നേ കൊടുക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 8A ഓർ 8B. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ 8A കൊടുത്തിരിക്കുന്നത് എന്തോന്നാണ്? ഒബ്സർവ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ പാത്ത് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ആൻ ഒബ്ജക്ട് ട്രാവൽ ഫ്രം A to C via B അറ്റ് ദ യൂണിഫോം സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ്? ഒരു വസ്തു സഞ്ചരിക്കാൻ എടുത്ത സമയം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുവിന്റെ സഞ്ചാരപഥയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വസ്തു എയിൽ നിന്ന് ബിയിലൂടെ സിയിലേക്ക് 3 സെന്റിമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചത്. എയിൽ നിന്ന് സിയിലേക്ക് ഏതിലൂടെയാണ് പോയത്? ബിയിലൂടെ. അപ്പൊ എയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് വന്നത്. അപ്പൊ എത്ര ദൂരം മൊത്തത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും? ഇവിടെ 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 70 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 70 കൂടെ ആഡ് ചെയ്യുക, അപ്പൊ ഒരു ഇത് കിട്ടും. അതിന് എന്തോന്നാണ്? എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ആൻസർ എങ്ങനെയാണെന്ന്. അപ്പൊ എങ്ങനെയാണ് എയിൽ നിന്ന് ബി വഴിയാണ് സിയിലോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നത്. എയിൽ നിന്ന് ബിയിലോട്ട് 50 മീറ്ററും ബിയിൽ നിന്ന് സിയിലോട്ട് 70 മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 120 മീറ്റർ എന്ന് കിട്ടും. ഏതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്? 50യും 70യും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്. നമുക്ക് സ്പീഡ് കാണാനുള്ള ഫോം എന്ന് പറയുന്നത് ഏതാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിവിടെ ഡിസ്റ്റൻസ് കിട്ടി, എത്ര? 120 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം നമുക്ക് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അതിന് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം കണ്ടുപിടിക്കാനുള്ള ഫോം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു 120 മീറ്റർ. പിന്നെന്താണ്? സ്പീഡ് ഇത് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ 120യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 120 ഡിവൈഡഡ് ബൈ 3 ആകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 4 3 12 4 0. അങ്ങനെയാണ് 40 സെക്കൻഡ്സ് കിട്ടിയത്. മീറ്റർ പോവും, പിന്നെ സെക്കൻഡ് കിട്ടും. 40 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി. എത്രയാണ്? ടൈം 40 സെക്കൻഡ് ആണ്. ഒബ്ജക്ട് ട്രാവൽസ് ഡയറക്ട്ലി ഫ്രം A to Z. ഒബ്ജക്ട് നേരെ A to C, എയിൽ നിന്ന് സിയിലോട്ടാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം, അതേ ടൈം ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ റിക്വയർഡ് സ്പീഡ്. നമ്മൾ ടൈം കണ്ടുപിടിച്ച എത്ര? 40 സെക്കൻഡ്. എയിൽ നിന്ന് സിയിലോട്ട് നമ്മൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. എയിൽ നിന്ന് സിയിലോട്ട് എത്ര ഉണ്ട്? 80 മീറ്റർ. അത് ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിൽ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയിൽ നിന്ന് സിയിലോട്ട് 80 മീറ്റർ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം?
അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇതിൽ നമുക്ക് എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മീറ്റർ ബൈ ടൈം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു 40 സെക്കൻഡ്. ദാറ്റ് ഈസ് രണ്ടും കൂടെ 0 വെട്ടിപ്പോൾ 4 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 8B ക്വസ്റ്റ്യൻ എന്തോ നോക്കാം. എ കാർ ട്രാവൽസ് ഫ്രം എ പ്ലേസ് P to place Q at the uniform speed 15 meter per second. The time taken to travel is 1 hour. What is meant by uniform speed? Calculate the distance from P to Q. വസ്തു സഞ്ചരിക്കാനെടുത്ത സമയം കണക്കാക്കുക. എയിൽ നിന്ന് സിയിലേക്ക് നേരിട്ട ഇതേ സമയം കൊണ്ട് തന്നെ സഞ്ചരിക്കണമെങ്കിൽ വസ്തുവിന്റെ വേഗം കണക്കാക്കാനാണ്. അത് ആദ്യത്തേല്. ഇത് രണ്ടാമത്തെ 8B എന്ന് പറയുമ്പോൾ ഒരു കാർ 50 മീറ്റർ പെർ സെക്കൻഡ് സമവേഗത്തിൽ P എന്ന സ്ഥാനത്ത് നിന്ന് Q എന്ന സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു. സഞ്ചരിക്കാനെടുത്ത സമയം 1 മണിക്കൂറാണ് എങ്കിൽ സമവേഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് Pയിൽ നിന്ന് Qയിലേക്കുള്ള ദൂരം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തോ ആണ് യൂണിഫോം സ്പീഡ് എന്നുള്ളതാണ് എ ക്വസ്റ്റ്യനിൽ വരുന്നത്. എന്താണ് യൂണിഫോം സ്പീഡ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ഈസ് കാൾഡ് യൂണിഫോം സ്പീഡ്. ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെ സമവേഗം പറയും. ഇവിടെ 1 മണിക്കൂർ കൊണ്ടാണ് ഒരു വസ്തു സഞ്ചരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോന്ന് തന്നിട്ടുണ്ട്? 50 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് 15 മീറ്റർ പെർ കിലോമീറ്റർ ആണ് യൂണിഫോം സ്പീഡും തന്നിട്ടുള്ളത്. എന്തോന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടൈം തന്നിട്ടുണ്ട്, 1 അവർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് 1 അവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 60 × 60 ആണ് അല്ലെ. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് 60 മിനിറ്റ് 60 സെക്കൻഡും കൂടി ചേർന്നതാണ്. അതായത് 3600 സെക്കൻഡ് ആണ് മൊത്തത്തിൽ വരുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ എന്തോന്ന് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ടൈം നമ്മൾ കണ്ടുപിടിച്ച് എത്ര സെക്കൻഡ് ആണെന്ന്? 3600 എന്ന്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 54,000 മീറ്റേഴ്സ് വരും. 54,000 മീറ്റർ. നമ്മൾ അതിനെ കിലോമീറ്ററിലോട്ടാണ് ആക്കുന്നതെങ്കിൽ കൺവേർട്ട് ദ ഡിസ്റ്റൻസ് ഇൻറ്റു കിലോമീറ്ററിലോട്ട് ആക്കണമെങ്കിൽ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 മീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ. അപ്പൊ 1000 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 54,000നെ 1000 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഈ 3 സീറോയും പോവും, ഈ 3 സീറോയും പോവും, ബാക്കി 54 കിട്ടും. ഓക്കെ, 54 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അതൊന്നുകൂടെ നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് 9, 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 3 മാർക്ക് വീതമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എ ചൈൽഡ് മെഷർഡ് ദ തിക്നെസ് ഓഫ് എ 100-page സയൻസ് ഡയറി യൂസിങ് എ സ്കെയിൽ ആൻഡ് ഫൗണ്ട് ഇറ്റ് ടു ബി 3.2 സെന്റിമീറ്റർ. ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ സിംഗിൾ പേജ് ഓഫ് ദ സയൻസ് ഡയറി. അപ്പൊ എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടിയുടെ 100 പേജുള്ള സയൻസ് ഡയറിയുടെ പുറം ചട്ട ഉൾപ്പെടുത്താതെ കനം സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് എഴുതിയപ്പോൾ 3.2 സെന്റിമീറ്റർ എന്ന് ലഭിച്ചു. എന്നാൽ സയൻസ് ഡയറിയുടെ ഒരു പേപ്പറിന്റെ കനം കണ്ടെത്താനും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടെത്തിയ സയൻസ് ഡയറിയുടെ പേപ്പറിന്റെ കനം SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതാനും പറഞ്ഞിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് 100 പേജിന്റെ ടോട്ടൽ തിക്നെസ് ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 3.2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തോന്നാണ്? ഒരു പേജിന്റെ കണ്ടുപിടിക്കണം. 100 പേജ് ആണെങ്കിൽ ഒരു പേജിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ആയിട്ട്? 0.032 എന്ന് കിട്ടും. ഇവിടെ 3.2 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര സ്ഥാനം കൂടെ മാറ്റി കുത്തിടണം?
2 സ്ഥാനം കൂടെ മാറ്റി കുത്തിടണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര വരും? ഇപ്പൊ 32 ആണുള്ളത്. ഇതില് മുകളിലത്തതില് 3.2 ഒരു പോയിന്റ്, പിന്നെ 100 എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 2 സ്ഥാനം, മൊത്തം 3 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പൊ തോന്നുന്ന വരും, ഇങ്ങനെ വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.032 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിനെ കൺവേർട്ട് ദ തിക്നെസ് SI യൂണിറ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ യൂണിറ്റ് ഓഫ് ദ ലെങ്ത് എന്ന് പറയുന്നത് എന്തോന്നാണ്? മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത്രയും മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ മീറ്ററിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മീറ്ററിന്റെ ലിസ്റ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞു 0.01 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മീറ്റർ ആണ്? 0.01 മീറ്റർ ആണ്. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇത്രയും കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 32 എഴുതുക. 32നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32, പിന്നെ ഇവിടുത്തെ 2 പ്ലേസ്, ഇവിടുത്തെ 3 പ്ലേസ്, മൊത്തം 5 സ്ഥാനം മാറ്റി കുത്തിടണം. അങ്ങനെയാണ് ഇത്രയും കിട്ടിയത്. ഓക്കെ, അതാണ് അതിലെ എയുടെയും ബിയുടെയും ക്വസ്റ്റ്യൻസ്. മനസ്സിലായ? ഇവിടെ ടോട്ടൽ തിക്നെസ് 100 പേജിന്റെ തന്നിട്ടുണ്ട്, 3.2 ആണെന്ന്. അതിൽ നിന്ന് 1 പേജിന്റെ കണ്ടുപിടിക്കണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് 3.2 അതുപോലെ എഴുതുക. 100 ആകുമ്പോഴത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഈ രീതിക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ എന്തോന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? SI യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? മീറ്റർ ആണ്. മീറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 0.01 മീറ്റർ ആണ്. അതിനെ ആ ആൻസറിനെ 0.01 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിലും അതുപോലെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 10A 10B. അതിൽ 10A ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 10A 2 ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, 10B 2 ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ 10A ആണ് എഴുതണമെങ്കിൽ അതിൽ 2 ഓപ്ഷൻ ക്വസ്റ്റ്യനും എഴുതണം. 10B ആണ് എഴുതണമെങ്കിൽ അതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യനും എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 3 മാർക്കേ ഉള്ളൂ അതിന്. ഓക്കെ, ആദ്യത്തത് A friction in vehicles is both usual and at the same time. In what ways does friction have a harmful effect? Give an example where friction force is used beneficially in vehicles. എന്താണ്? വാഹനങ്ങളിൽ ഘർഷണം ഒരേ സമയം പ്രയോജനപ്രദവും ദോഷകരവുമാണ്. ഏതെല്ലാം രീതിയിലാണ് ദോഷകരമായി ബാധിക്കുന്നത്? വാഹനങ്ങളിൽ ഘർഷണ ബലം ഗുണകരമായി ഉപയോഗിക്കുന്ന അവസരങ്ങൾക്കു ഉദാഹരണം എഴുതാനും പറഞ്ഞിരിക്കുകയാണ്. ഇൻ വാട്ട് വേസ് ഡസ് ഫ്രിക്ഷൻ ഹാവ് എ ഹാർംഫുൾ എഫക്റ്റ്? അതിലേതൊക്കെ? ഫ്രിക്ഷൻ ലീഡ്സ് ടു ഡാമേജ്, എനർജി ലോസ് ആൻഡ് ഓവർ ഹീറ്റിംഗ് ഇൻ വെഹിക്കിൾസ്. ഫ്രിക്ഷൻ കൂടുകയാണെങ്കിൽ എന്തോന്ന്? ഭാഗങ്ങൾ നശിക്കുന്നു, താപം ഉണ്ടാക്കുന്നു, ഊർജം നഷ്ടമാക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തതില് ഫ്രിക്ഷൻ എങ്ങനെയാണ് ഹാർംഫുൾ ആകുന്നതെന്ന്. രണ്ടാമത്തെ ഗിവ് ആൻ എക്സാമ്പിൾസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് യൂസ്ഡ് ബെനിഫിഷ്യലി ഇൻ വെഹിക്കിൾസ്. വാഹനങ്ങളിൽ ഘർഷണ ബലം ഗുണകരമായി ഉപയോഗിക്കുന്ന അവസരങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഘർഷണം വാഹനം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു, നിയന്ത്രിതമായി നിർത്താൻ സഹായിക്കുന്നു, ചലിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ ഫ്രിക്ഷൻ ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഇനി അതില് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യനില് ഫ്രിക്ഷണൽ ഫോഴ്സ് ക്യാൻ ബി ബോത്ത് ബെനിഫിഷ്യൽ ആൻഡ് ഹാർംഫുൾ ടു അസ്. Write examples from daily life where friction causes harmful effects. What are the methods to reduce friction? അപ്പോൾ നിത്യജീവിതത്തിൽ ഘർഷണം ദോഷകരമായി ബാധിക്കുന്നതിന് ഉദാഹരണം എഴുതാനാണ്. ഘർഷണം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനും പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ നോക്കാം. എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ് വെയർ ഫ്രിക്ഷൻ കേസസ് ഹാർംഫുൾ എഫക്ട്സ് ഏതൊക്കെയാണ്? സോൾസ് ഓഫ് ഷൂസ് വെയർ ഔട്ട് ദ കോൺസ്റ്റന്റ് റബ്ബർ അഗൈൻസ്റ്റ് ദ ഗ്രൗണ്ട്. ചെരുപ്പിൻ ഇങ്ങനെ ഉപരിതലത്തിലുള്ള ഇടിച്ചു നടക്കുന്നതിനാൽ അത്
നശിച്ചു പോകുന്നു. ടയേഴ്സ് ആൻഡ് വെഹിക്കിൾസ് വെയർ ഡൗൺ ദ ഫ്രിക്ഷൻ വിത്ത് ദ റോഡ് സർഫസ്. വാഹന ടയറുകൾ റോഡുമായി ഘർഷണത്തിൽ വരുമ്പോൾ വേഗത്തില് എന്തോന്നാണ് അത് റെഡ്യൂസ് ദ സൈസ്. പേപ്പറിൽ ഇപ്പൊ എറേസേഴ്സ് കുറച്ച് ഉരയ്ക്കുമ്പോഴത്തേക്ക് അത് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. എറേസറിന്റെ റെഡ്യൂസ് കുറയുന്നു. മെക്കാനിക്കൽ പാർട്സ് വെയർ ആൻഡ് ടിയർ ഡ്യൂ ടു ദ കണ്ടിന്യൂസ് റബ്ബിംഗ്. മെക്കാനിക്കൽ ഭാഗങ്ങൾ സ്ഥിരമായ കർഷണത്തിന് വിധേയമാകുമ്പോഴത്തേക്ക് അത് ക്ഷയിക്കുന്നു. ഇതൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണമാണ്, കർഷണത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ. അടുത്ത രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കർഷണം നമുക്ക് എങ്ങനെയൊക്കെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, യൂസ് ഓഫ് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. എണ്ണയോ ഗ്രീസോ ഒക്കെ ഉപയോഗിച്ചിട്ട് മൂവിങ് പാർട്സിൽ എണ്ണയോ ഗ്രീസോ ഒക്കെ ഉപയോഗിച്ച് കുറയ്ക്കാം. പോളിഷിംഗ് സർഫസസ് ടു മേക്ക് ദം സ്മൂത്ത്. സർഫസസ് പോളിഷിംഗ് ചെയ്യാം. യൂസിങ് ബാൾ ബിയറിങ്സ് മെഷീൻസ് ആൻഡ് വീൽസ്. മെഷീൻസിനും ബിയറിങ്സിനും ഒക്കെ എന്തോന്നാണ് ബോൾ വീലായിട്ടുള്ള അങ്ങനെ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാനാണ്. അത് കർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. സ്ട്രീം ലൈനിങ് ഇൻ വെഹിക്കിൾസ്, എയർപ്ലെയിൻസ്, അതൊക്കെ എന്തോന്നാണ് വാഹനങ്ങൾ, വിമാനങ്ങൾ എന്നിവയിൽ സ്ട്രീമിങ് വായു വിരോധം കുറയ്ക്കൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുക. അടുത്ത് യൂസിങ് വീൽസ് ഓർ റോളേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രാഗിങ് ഒബ്ജക്റ്റ്. ഇടിച്ചു വലിച്ച് ഉപയോഗിച്ച് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നല്ല ക്ലിയർ ആയിട്ടൊന്ന് നോക്കി വെക്കുക. ഈ ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, എക്സാം ഒക്കെ നല്ലോണം എഴുതുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.